കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ വി.സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ കോടതിയിലാണ്. എന്തായാലും കോടതി അതിനെക്കുറിച്ച് വിധി പറയാനുള്ള പരിഗണിക്കുന്നത് തിങ്കളാഴ്ചയ്ക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. സർക്കാരിന് അനുകൂലമായാണോ അതോടൊപ്പം തന്നെ ഗവർണറിന് അനുകൂലമായാണോ ഇനിയൊരു വിധി വരാൻ സാധ്യതയുള്ളത്? മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും തിരിച്ചടി ഉണ്ടാകിയിട്ടുണ്ട്. മാറിയും മറിഞ്ഞും അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. തിരിച്ചടി കൂടുതലും ഉണ്ടായിരിക്കുന്നത് സർക്കാരിനാണ്. ഗവർണർക്ക് കേരള ഹൈക്കോടതിയിൽ ചെല്ലുമ്പോഴാണ് ഈ ഗവർണറുടെ നിലപാടുകൾക്ക് ഒരു താൽക്കാലികമായെങ്കിലും ഒരു തിരിച്ചടി കിട്ടുന്നത്. പക്ഷെ അത് ഗവർണർ അപ്പീൽ കൊടുക്കുകയും സുപ്രീം കോടതി പോവുകയും ചെയ്യുമ്പോൾ അതിന് മാറ്റം വരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സർവകലാശാലകളുടെ വിഷയത്തിൽ UGC ചട്ടങ്ങളും വകുപ്പുകളുമാണ് പിന്തുടരേണ്ടത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന് പറയുന്ന UGC കേന്ദ്ര സർക്കാർ രൂപം കൊടുത്തിരിക്കുന്ന UGC പറഞ്ഞിരിക്കുന്ന ചട്ടങ്ങളും വകുപ്പുകളും നിയമങ്ങളുമാണ് സർവകലാശാലകളുടെ കാര്യത്തിൽ കോളേജുകളുടെ ഭരണം നിർവഹിക്കേണ്ടുന്ന കാര്യത്തിൽ വിനിയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ വേണം ആശ്രയിക്കേണ്ടത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അതത് സംസ്ഥാനങ്ങളും ഈ സർവകലാശാല നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ ഉണ്ടാക്കും, ചില ബില്ലുകൾ കൊണ്ടുവരും. കാരണം സർവകലാശാലകളെല്ലാം സംസ്ഥാനത്താണല്ലോ പ്രവർത്തിക്കുന്നത്, കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാം. ഇവിടെ ഈ കേരള ഹൈക്കോടതി കൂടുതലും ഈ സംസ്ഥാന സർക്കാർ പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളെയും ആശ്രയിക്കും. UGCയുടെ നിയമങ്ങളും ഒക്കെ ഇതിൽ പരിഗണിക്കപ്പെടുമെങ്കിലും അവിടെ ഒരു കാര്യങ്ങൾ കൂടുതൽ സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ സ്ഥിതി നേരെ തിരിച്ചാവും. അവിടെ വളരെ കൃത്യമായിട്ട് മൊത്തം സർവകലാശാലകളെയും അവർ രാജ്യത്തെ മുഴുവനായിട്ട് കണ്ടുകൊണ്ട് ഈ കാര്യത്തിൽ വിധി പറയും. അവിടെ UGC നിയമങ്ങൾക്കാണ് പ്രാധാന്യം. ഇവിടെ ഇപ്പോൾ ഈ സാങ്കേതിക അതുപോലെ ഡിജിറ്റൽ ഈ രണ്ട് സർവകലാശാലകളുടെ VC നിയമനവുമായി ബന്ധപ്പെട്ട കേസാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. ഒരു വശത്ത് സംസ്ഥാന സർക്കാരും മറുവശത്ത് ഗവർണറും. അപ്പോൾ ഗവർണർ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും താൽക്കാലികമായിട്ട് VCമാരെ നിയോഗിച്ചിട്ടുണ്ട്. ടെക്നിക്കലിലേക്ക് ശിവപ്രസാദും മറ്റിടത്ത് ഡിജിറ്റലിൽ സിസ തോമസും. അപ്പോൾ ഈ രണ്ടുപേരെയും മാറ്റണം. ഇവരെ രണ്ടുപേരെയും വയ്ക്കാൻ പറ്റില്ല. അവർ പാർട്ടി അടിമകളല്ല. പാർട്ടി അടിമകളല്ല, അതുകൊണ്ട് വയ്ക്കാൻ പറ്റില്ല എന്നാണ് സംസ്ഥാന സർക്കാർ. ബാക്കി എല്ലാ യോഗ്യതകളും അവർക്കുണ്ട്. അവർക്കില്ലാത്ത ഒരേ ഒരു യോഗ്യത, അവർ പാർട്ടി തിട്ടൂരങ്ങൾ അനുസരിക്കുന്നവരല്ല. കേരളത്തിൽ അതാണ് ഏറ്റവും അടിമകളല്ല അല്ലെ. രണ്ട് കുറച്ച് ഡിഗ്രികൾ കുറഞ്ഞാലും കുഴപ്പമില്ല. അതെ, ഡിഗ്രികളൊന്നും അവിടെ പ്രശ്നമല്ല. പറഞ്ഞ പോലെ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്താലും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആത്യന്തികമായിട്ട് അവർ പാർട്ടി ചെങ്കൊടി കീഴിൽ വരണം. ഇല്ലെങ്കിൽ അതൊരു വലിയ കുറവ് തന്നെയാണ്. പക്ഷേ എല്ലാവരെയും അതിന് കിട്ടില്ല. നല്ല ആണായി പറഞ്ഞവരെ, അല്ലെങ്കിൽ എന്താ പറയട്ടെ, നല്ല തന്തയ്ക്ക് പറഞ്ഞവരെ ഒന്നും അതിന് കിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അത് ഏത് പാർട്ടിയുടെ, ഞാൻ പറയുന്നത് ഇന്ന പാർട്ടി എന്നുള്ളതല്ല, പാർട്ടി ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം വിദ്യാർത്ഥികളുടെ ഭാവി, നമ്മുടെ നിയമങ്ങൾ, UGC പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങൾ, ചട്ടങ്ങളും വകുപ്പുകളും അനുസരിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തിട്ടൂരം അനുസരിച്ചല്ല സർവകലാശാലകൾ പ്രവർത്തിക്കേണ്ടത്. സർവകലാശാലകളല്ല ഒന്നും പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ ഭരണഘടനയുണ്ട്, അതിന് താഴെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും വകുപ്പുകളും അനുസരിച്ച് പാർലമെൻറ്റിൻ്റെ 2 സഭകൾ പറയുന്നതനുസരിച്ച്, നിയമസഭകൾ പറയുന്നതനുസരിച്ച് വേണം കാര്യങ്ങൾ നടക്കാൻ. അല്ലാതെ ഇവരുടെ തോന്നിയതുപോലെ അവർ പറയുന്നത് അനുസരിക്കാനുള്ള പ്രദേശങ്ങളോ അവർക്ക് സ്വജനപക്ഷപാതം കാണിക്കാനുള്ള ഇടങ്ങളും അല്ല സർവകലാശാലകൾ. ഇപ്പോൾ ഈ ഹർജി ഈ താൽക്കാലിക VC നിയമനം അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്ഥിരം VCമാരെ വേണം കോടതി അത് തന്നെ പറയുന്നു. അതിനുവേണ്ടി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം. ആ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ഗവർണറാണ്. ഗവർണറുടെ ചുമലിലാണ് ആ നിയോഗം വന്നിരിക്കുന്നത്. അതിനുള്ള ഗവർണറാണ് അത് നിർവഹിക്കേണ്ടത്. അവിടെ സംസ്ഥാന സർക്കാർ ഇടപെടും. സെർച്ച് കമ്മിറ്റിയെ ഏകോപിപ്പിക്കേണ്ട ചുമതല ചീഫ് സെക്രട്ടറിക്കാണ്. പക്ഷേ അതിനകത്ത് സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറി വഴി ഇടപെടും, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വഴി ഇടപെടും. ഇതൊന്നും ഗവർണർ അനുവദിച്ചു കൊടുക്കില്ല. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ, രാജേന്ദ്ര ആർലേക്കറെ പോലെ ഒക്കെയുള്ള ഗവർണർമാർ ഇതൊന്നും അനുവദിക്കില്ല.
അവർ വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ച് തന്നെ അവരുടെ അധികാരത്തിൽ കൈ കടത്താൻ ആരും വരണ്ട, അതവർ അനുവദിക്കില്ല, അത് വ്യക്തമാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്നത് സെർച്ച് കമ്മിറ്റി ആളായിട്ടുണ്ട്, പക്ഷേ അതിന് കുറച്ചുകൂടെ സമയം വേണം. അവരുടെ പേര് വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്, അവരുടെ സമ്മതം ചോദിച്ചിട്ടുണ്ട്. അവർ സമ്മതിക്കുന്ന മുറയ്ക്ക് അവരെ ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി റെഡിയാക്കാം. ആ സെർച്ച് കമ്മിറ്റി റെഡിയാക്കിയാൽ ഏതാണ്ട് 3 മാസത്തിനകം പുതിയ വൈസ് ചാൻസലർമാരെ നിയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കോടതി. അപ്പോൾ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡിങ്സ് എളുപ്പത്തിൽ നടക്കും. ഇതാണ് ഗവർണറുടെ സ്റ്റാൻഡ്. അപ്പോൾ ഇത് തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ ഗവർണർക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്ന അഭിഭാഷകൻ പറയും ഇക്കാര്യം. അപ്പോൾ സുപ്രീം കോടതി എൻ്റെ ഒരു നോട്ടത്തിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സമയപരിധി കൊടുക്കും. തീർച്ചയായിട്ടും അതിനകത്ത് പെട്ടെന്ന് കയറി ഒരു വലിയ ഒരു ആവേശം ഉണ്ടാക്കുന്ന വിധി അതിൽ വരും എന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ 7 കാത്തെങ്കിൽ 6 കാക്കാമല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു അല്പസമയം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നിയമവിദഗ്ധരാണ് അതിനൊക്കെ ഉത്തരം പറയേണ്ടത്. പക്ഷേ എങ്കിലും നമുക്ക് പറഞ്ഞതുപോലെ നിലവിൽ സിസ തോമസിൻ്റെയോ ശിവപ്രസാദിൻ്റെയോ നിയമനത്തെ കോടതി എതിർത്തിട്ടില്ല, അവരെ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകരുത്, അതൊരു സർവകലാശാലകൾക്ക് നല്ലതല്ല. ഗവർണറുടെ സ്റ്റാൻഡ് അതാണ്. എനിക്കും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. പക്ഷേ ഈ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാൻ സർക്കാർ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ല, അതിലേക്ക് വേണ്ടുന്ന ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തരുന്നില്ല. ഇതൊക്കെയാണ്. ഒരു സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരാളെ നിശ്ചയിച്ചാൽ സർക്കാർ അയാളെ ഇടപെടുന്നു, അതിനകത്ത് ഇടപെടുന്നു, അയാൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കോടതിയിൽ പോകുന്നത് പതിവായിരുന്നു. ഈ പുതിയ ഗവർണർ വന്നപ്പോൾ ഇതിലൊരു മാറ്റമില്ല. ഇങ്ങനെ മാറ്റമില്ലാതിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാകുന്നത് സർവകലാശാലയിലെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരുമാണല്ലോ. തീർച്ചയായും എന്താണ് 2 വിഭാഗക്കാരും തിരിച്ചറിയാത്തത്? ഇത് 2 വിഭാഗക്കാരുമല്ല തിരിച്ചറിയേണ്ടത്, ഇത് തിരിച്ചറിയേണ്ടത് സർക്കാരാണ്. ഈ ഗവർണർ വരും പോകും, 5 വർഷത്തേതേ ഉള്ളൂ. സർക്കാരുകൾ തുടർച്ചയാണ്. ഗവർണറെ സംബന്ധിച്ച് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് സർക്കാർ പറയുന്നതിനനുസരിച്ച് ഗവർണർക്ക് തീരുമാനിച്ചിട്ടങ്ങ് പോകാം. പക്ഷേ ഈ സർക്കാരിൻ്റെ തീരുമാനത്തിനകത്ത് പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് കാരണം നമുക്കറിയാലേ രാഷ്ട്രീയത്തിലെ ഒരു റിട്ടയർമെന്റ് ജീവിതമാണ് ഗവർണർക്ക്. പക്ഷേ അത് റിട്ടയർമെന്റ് ജീവിതമാണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണ്. അങ്ങനെ അല്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാനും രാജേന്ദ്ര ആർലേക്കറും തെളിയിച്ചിരിക്കുന്നു. വെറും സുഖവാസത്തിന് വന്നതല്ല അവർക്ക് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ട കാര്യങ്ങളുണ്ട്. ഈ ഭരണം തെറ്റായ വഴിക്കാണെങ്കിൽ ആ ഭരണത്തെ നിയന്ത്രിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടത് ഗവർണർമാരാണ്. അവരത് ചെയ്യും, അവർക്കതിനുള്ള അധികാരമുണ്ട്. അതൊന്നും ആർക്കും കവർന്നെടുക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളുടെ ഭാവി അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആളെ കൊണ്ടുവന്ന് VC ആക്കാൻ പറഞ്ഞാൽ അവരുടനെ അത് അംഗീകരിക്കില്ല, അതിന് ഓശാന പാടില്ല, അതിന് ഒപ്പുവെക്കില്ല, ഷൂ അരയ്ക്കില്ല. ഇവിടെ അത് സംസ്ഥാന സർക്കാരിന് നല്ലവണ്ണം മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഒരു സർവകലാശാലയുടെ രജിസ്ട്രാർ ഇപ്പോഴും വെളിയിൽ നിൽക്കുന്നത്. ആഴ്ചകൾ എത്രയായി സസ്പെൻഷനിലായിട്ട്? എന്തേ തിരിച്ചു കയറാൻ പറ്റാത്തത്? എന്താ ഈ കയ്യൂക്കും പോർവിളിയൊക്കെ എവിടെ പോയി? ബാനർ ഉയർത്തിയല്ലോ, സർവകലാശാല ആരുടെയും തന്തയുടെ വകയല്ല എന്നൊക്കെ. എന്നിട്ട് എവിടെയായി? എന്തായി? എന്തേ രജിസ്ട്രാറെ തിരിച്ചു കയറ്റാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം ചാടി ഇറങ്ങിയല്ലോ. വന്നതിലും ഇരട്ടി വേഗത്തിൽ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അതുകൊണ്ട് ഈ അത്തരം തിട്ടൂരങ്ങളൊക്കെ, പാർട്ടി തിട്ടൂരങ്ങളൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാരൊക്കെ പേടി ചെയ്യും. പക്ഷേ ഈ BJPയുടെ സർക്കാർ നിയോഗിച്ച ഗവർണർ അതൊന്നും ഭയപ്പെടത്തില്ല. ആരിഫ് മുഹമ്മദ് ഖാനും ആർലേക്കറും ഇനി വരാൻ പോകുന്ന ആളും ഒക്കെ ഇവരുടെ താളത്തിന് തുള്ളും എന്ന് ധരിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലയോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ, അത് തെറ്റിപ്പോയി, ആ പരിപ്പൊന്നും ഇനി വേവില്ല, അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് ഈ സംഭവ വികാസങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ കൃത്യമായിട്ട് കോടതിയിൽ ഗവർണർ തിങ്കളാഴ്ച പറയേണ്ടത് എന്താണെന്ന് അഭിഭാഷകൻ പറയും. നമുക്ക് കോടതി എന്താണ് തീരുമാനിക്കുന്നതെന്ന് നോക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനേ കോടതി നിർദ്ദേശിക്കുകയുള്ളൂ. മറിച്ചൊരു നിർദ്ദേശം കോടതിയിൽ നിന്ന് വരാനുള്ള സാധ്യതയില്ല. ഇത് വെറുതെ സംസ്ഥാന സർക്കാർ ഖജനാവിലെ പണവും സമയവും വെറുതെ കളയുകയാണ് എന്നാണ് ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്.